യേശു എൻ സ്വന്തം ഹല്ലേലൂയാ, എന്നുടെ ഭാഗ്യം ചൊല്ലിക്കൂടാ. പഴയതെല്ലാം കഴിഞ്ഞു പോയി, കണ്ടാലും സർവം പുതിയതായി. എനിക്കു പാട്ടും പ്രശംസയും ദൈവകുഞ്ഞാടും താൻ കുരിശു. എനിക്കു പാട്ടും പ്രശംസയും ദൈവകുഞ്ഞാടും തൻ കുരിശും. ഹല്ലേലൂയ. ഞങ്ങളെ കൂടാതെ നിത്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അതിമനോഹരമായ നല്ല ദിവസത്തിനായിട്ടടിയനങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഉറങ്ങി ഉണരുവാനും ഒരു നല്ല പുതിയ ദിവസത്തിൽ പ്രവേശിപ്പാനും അവിടുന്ന് തന്ന ഭാഗ്യത്തിനായി നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിൽ അപ്പൻ്റെ പാദപീഠം ചേർന്നൊന്ന് കടന്നു വരികയാണ്. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും ഭക്ഷണവും വസ്ത്രവും ആരോഗ്യവും ബലവും സന്തോഷവും സമാധാനവും എല്ലാം എൻ്റെ അപ്പച്ചൻ്റെ പക്കൽ ദാനമായി നൽകേണ്ടതിനായി അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇന്നുവരെ അത്ഭുത അതിശയമായി ഞങ്ങളെ നടത്തിയ വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. വീണ്ടും അങ്ങ് ഞങ്ങളെ നടത്തുവാൻ സർവശക്തനാണ്. ഞങ്ങളെ സമ്പൂർണ്ണമായും അവിടുത്തെ പാദപീഠത്തിൽ ഏൽപ്പിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച് ഓരോ മക്കളെയും ഏൽപ്പിച്ചു തരുന്നു. അവരുടെ പ്രാർത്ഥനാ വിഷയത്തെ തമ്പുരാൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവേ, രോഗാവസ്ഥയിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങളെ സൗഖ്യം കാത്ത് കിടക്കുന്നവരെ സമർപ്പിക്കുന്നു. ജോലി ആഗ്രഹിച്ച് കാത്തിരിക്കുന്നവർ, പ്രാർത്ഥിപ്പാൻ അപേക്ഷിച്ചവർ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. എൻ്റെ സ്വർഗത്തിലെ ദൈവമേ, നിൻ്റെ കരുണയുടെ കരം ഓരോ മക്കളുടെ മേലും നീട്ടുമാറാകണമെന്ന് അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ദൂരത്തും ചാരത്തുമായി ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ജീവിതങ്ങളെയും ചേർത്ത് വയ്ക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിത പങ്കാളി, ദാനം തന്ന കുഞ്ഞുങ്ങൾ, കൊച്ചു തലമുറകൾ, ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങൾ പാർക്കുന്ന ഭവനം എല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഓ നിൻ്റെ കൃപ ഞങ്ങൾക്ക് മതി. അത് ബലഹീനതയെ തികഞ്ഞു വരുന്നതാകിയാൽ അത്യന്തപരമായ കൃപ നൽകി ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പായി സമയം ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ ജീവിത പങ്കാളിയെ സൗഖ്യത്തോടെ കാത്തോണേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തിത്തരണമേ. ബാലപീഠയിൽ നിന്ന് വിടുവിച്ചോണേ. ദൈവമായ കർത്താവെ, വാർദ്ധക്യത്തിലായിരിക്കുന്നവരെ സംരക്ഷിക്കണമേ. അനാഥരെയും വിധവകളെയും പരിപാലിക്കണമേ. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ വിവാഹപ്രായ മക്കൾക്ക് നല്ല തക്ക തുണയൊരുക്കി വിവാഹം നടക്കാൻ സഹായിക്കണമേ. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ ഗർഭിണികളായിരിക്കുന്ന മക്കളെ ഉള്ളംകരത്തിൽ വഹിച്ചോണേ. കർത്താവെ, തലമുറകളില്ലാത്ത അല്ലെങ്കിൽ ദമ്പതിമാരോട് മനസ്സലിയണമേ. തലമുറകളെ നൽകി അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവെ, കടഭാരമുള്ളവരെ സമർപ്പിക്കുന്നവരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തു കൊടുക്കാമെന്ന് വാക്ക് പറഞ്ഞ അപ്പാ, തൻ്റെ മക്കളുടെ ബുദ്ധിമുട്ട് തീർത്തു കൊടുക്കണമേ. പാർക്കുവാൻ ഭവനമില്ലാത്തൊരു വാടക ഭവനങ്ങളിൽ കഴിയുന്നവർ അപ്പാ, സ്വന്തമായി തലചായ്പാൻ ഒരു ഭവനം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, സമയം ഹല്ലേലൂയ. ഭവനം പണിതുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരുമുണ്ട്. അത് പൂർത്തീകരിച്ചതിൽ പാർക്കുവാൻ അവർക്ക് ഭാഗ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവമായ കർത്താവെ, സമയം ഹല്ലേലൂയ. ജോലി ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും തമ്പുരാൻ്റെ കരുണയുടെ കരം നീട്ടി അവർക്ക് ഉപജീവനമാർഗത്തിൻ്റെ വഴി തുറന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജോലി ചെയ്യുന്ന മക്കളെയും ബലത്തോടും ആരോഗ്യത്തോടും സൂക്ഷിക്കണമേ. നല്ല പ്രതിഫലം കൊടുത്ത് മാനിക്കണമേ. ദൈവമായ കർത്താവേ, ഈ സമയം ഞങ്ങളുടെ എല്ലാ ഉപജീവനമാർഗത്തെയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ബിസിനസ് ചെയ്യുന്ന മക്കളെ അനുഗ്രഹിക്കണേ. കഷ്ടനഷ്ടം കൂടാതെ വേണ്ടുന്നെല്ലാം ദിനംതോറും കൊടുത്ത് പോറ്റിപ്പുലർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യാത്ര പോകുന്ന ഓരോ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നപ്പാ, ഓരോ മക്കളുടെ യാത്രകളിൽ കർത്താവിൻ്റെ സാന്നിധ്യം വേണം. ദൈവമായ കർത്താവെ, നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഹല്ലേലൂയ. കർത്താവെ, ഹല്ലേലൂയ. ഈ സമയം അപ്പാ, ഞങ്ങളുടെ ദൂരസ്ഥരെയും സമീപസ്ഥരെയും ഒരുപോലെ ഏൽക്കുന്നു. വേർപാട് ദുഃഖത്തിലായിരിക്കുന്നവരെ സമർപ്പിക്കുന്നു. മദ്യത്തിലും മയക്കുമരുന്നിലും കഴിയുന്ന ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. അവരെ ചൊല്ലി വേദനിക്കുന്ന മാതാപിതാക്കൾ, സഹോദരിമാർ, കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. കർത്താവേ, ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവത്തിൽ നടത്തണമേ അപ്പാ. ഈ മദ്യപാനത്തിൽ നിന്നൊരു വിടുതൽ അവർക്ക് കൊടുക്കണമേ. ഈ ലഹരി പദാർത്ഥം ഈ ലോകത്തിൽ നിന്ന് പൂർണ്ണമായും മാറിപ്പോവാൻ സ്വർഗം കൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ അപ്പാ, നീ ഹല്ലേലൂയ അത്ഭുതം പ്രവർത്തിച്ചാട്ട് കർത്താവേ.
ദൈവമേ, ഞങ്ങളുടെ ഭരണകർത്താക്കളെ അനുഗ്രഹിക്കണമേ. സുവിശേഷ വേലകളെയും വേലക്കാരെയും അനുഗ്രഹിക്കണമേ. കർത്താവേ, ഹാലിൽ ഞങ്ങളുടെ ഓരോ പ്രാർത്ഥനയ്ക്കും മറുപടി അയക്കണമേ അപ്പാ. പ്രത്യേകിച്ച് ഞങ്ങളുടെ രോഗികളുമായി കടന്നു വരുന്നു. ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവർ, ശ്വാസസംബന്ധമായ അസ്വസ്ഥതകൾ കൂടി കടന്നു പോരുന്നു. ശ്വസിക്കാൻ കഴിവില്ലാതെ കൃത്രിമ ശ്വാസം ശ്വസിച്ചുകൊണ്ട് കിടക്കുന്നവർ, ക്ഷീണാവസ്ഥയിൽ ആശുപത്രി മുറികളിലായിരിക്കുമ്പോൾ തമ്പുരാൻ്റെ ആണിപ്പഴുതുള്ള കരം വയ്ക്കണം, സൗഖ്യം കൊടുക്കണം. തൻ്റെ പ്രിയപ്പെട്ടവർക്ക് അത് മകനെ മടക്കി കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവേ, ഈ സമയം ഹല്ലേലൂയ. പലതരത്തിലുള്ള വേദനകളാൽ ഭാരപ്പെടുന്നവരുണ്ട്, ഉദരസംബന്ധമായ രോഗമുള്ളവരുണ്ട്, വയറ്റിൽ മുഴയുള്ളവരുണ്ട് കർത്താവേ. അപ്പോൾ ഫിക്സ് രോഗത്താൽ ഭാരപ്പെടുന്ന ജീവിതങ്ങളുണ്ട് കർത്താവേ. തലയ്ക്കകത്ത് വേദനയുള്ളവരുണ്ട് കർത്താവേ. പനിയാൽ, ചുമയാൽ, ശ്വാസം മുട്ടലാൽ ഭാരമുള്ളവരുണ്ട് കർത്താവേ. തൈറോയിഡ്, മാസ്മായും അലർജിയുമുള്ളവർ, ദുഃഖസംബന്ധമായ രോഗമുള്ളവർ, യൂറിക് ആസിഡും ക്രിയാറ്റിനും ഉള്ളവർ, കാഴ്ചയില്ലാത്തവർ, കേൾവിയില്ലാത്തവർ, ഓർമ്മയില്ലാത്തവർ, ബുദ്ധിയില്ലാത്തവർ, മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങൾ, ആരോടും പറയാൻ മേലാത്ത നീറുന്ന വേദനകളിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങൾ എല്ലാവരെയും തിരുമുൻപാകെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആമേൻ, ഹല്ലേലൂയ. ഞങ്ങൾക്ക് സകലത്തിനും മതിയായ ദൈവമാണ്. ഷുഗറും പ്രഷറും കൊളസ്ട്രോളുമുള്ള ജീവിതങ്ങൾ, ശരീരമാസകലം നീർക്കെട്ടും അതിവേദനയുമുള്ളവർ, മുട്ടിൻ്റെ വേദനയും നടുവിൻ്റെ വേദനയുമുള്ളവർ, തലമുടി മുഴുവൻ കൊഴിഞ്ഞു പോകുന്ന ജീവിതങ്ങൾ കർത്താവേ, ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം. ഉറക്കമില്ലാത്ത ജീവിതങ്ങളെ ഒക്കെ തമ്പുരാൻ്റെ പൊന്നുകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രത്യേകിച്ച് ബൈപ്പാസ് സർജറിക്കായിട്ടൊക്കെ ഒരുങ്ങിയിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടപ്പാ. നിൻ്റെ ആണിപ്പഴുതുള്ള കാര്യം തൻ്റെ മക്കളെ തുടരണമേ എന്നും പ്രാർത്ഥിക്കുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്ന ജീവിതങ്ങളുണ്ടപ്പോൾ അവരെയും സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ വിഷയത്തെയും തമ്പുരാൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് ചോദിച്ചുകൊണ്ട് ഞങ്ങളുടെ നടുവിൽ കൂടി ഉലാവുന്ന കർത്താവിനെ കണ്ടുകൊണ്ട് ഞങ്ങളുടെ ആവശ്യ സ്തോത്രത്തോടെ അറിയിച്ചുകൊണ്ട് പൂർണ്ണ വിടുതൽ പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് അടിയങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയെ കേട്ട ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന യേശുക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ.